ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്ന നമ്മളിപ്പോൾ കൊച്ചി, ഇപ്പം ഞാനൊരു 3 കൊല്ലം മുമ്പത്തെ കാര്യം പറയാം. ഇപ്പോൾ കൊച്ചിയിലെ നടക്കുന്ന ഈ കൊച്ചിയിൽ പല സ്ഥലത്തു നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പല സ്ഥലത്തു നിന്ന് ചെല്ലുന്നവർ, ഈ പറയുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് കിട്ടുന്നത്, എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചറിയുകയും അവനത് മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിൽ അത്രത്തോളം സുതാര്യമാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് നമ്മുടെ പോലീസ് ഫോഴ്സിന്, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്, അല്ലെങ്കിൽ ഇതിനെ ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ഈ പോലീസുകാർക്ക് എന്തുകൊണ്ട് ഈ സോഴ്സ് കിട്ടുന്നില്ല? കാരണം വരുന്ന 10, 15, 20 വയസ്സുള്ള, ഇപ്പം നമ്മുടെ കൊച്ചിയിലെത്തുന്ന പിള്ളേരെന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞോ +2 കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന പിള്ളേരാണ് കൂടുതലും. അവർക്ക് ഒരു 4 ദിവസത്തിന് 5 ദിവസത്തിനുള്ളിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് പറയുന്ന ഒരു ചോദ്യം. പണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, മദ്യമായിരുന്നു പണ്ട് നമ്മൾ കേട്ട ഏറ്റവും വലിയ വിപത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ കണ്ടത് കള്ള് കുടിക്കുന്ന വീട്ടിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ മദ്യമൊക്കെ നിർത്തിയാൽ പോരെ. ഭയങ്കര എളുപ്പത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു സാധനം, മദ്യം ഉണ്ടാക്കാതിരിക്കുകയോ മദ്യം വിൽക്കാതിരിക്കുകയോ ചെയ്തൂടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നമുക്ക് മനസ്സിലായി, മദ്യം നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ആദായ വകുപ്പ് നികുതി അങ്ങനെ പോകുമ്പോൾ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം നമുക്ക് വലുതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു ചേട്ടാ, അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ട് മദ്യം അതെ നിർത്തിയിട്ട്, പക്ഷെ അത് വീണ്ടും സർക്കാർ വന്ന സമയത്ത് നിർത്തിയിരുന്നു. പക്ഷെ അധികം നാളെ ആയുസുണ്ടായില്ല. മന്ത്രിസഭ മാറി ഒന്ന് വീണ്ടും